ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് എനർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മികച്ച രീതിയിലേക്ക് ആകാനായിട്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ളൊരു റീഡിംഗ് ആണിത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് വരുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, ഫോഴ്സ്ഫുള്ളി മറ്റ് കാര്യങ്ങൾ റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം? നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 3 തവണ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായി റിലാക്സ്ഡ് ആയിരുന്നു വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വ്യക്തമായിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ ഏത് മേഖലയെക്കുറിച്ചാണോ നിങ്ങൾക്ക് സംശയങ്ങളുള്ളത്, നിങ്ങൾക്ക് ചോദ്യങ്ങളുള്ളത്, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റീഡിംഗ് ലഭിക്കുന്നതാണ്. അപ്പോൾ റീഡിംഗ് താല്പര്യമുള്ളവർ, റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ച് പോസിറ്റീവായിട്ടിരുന്നുകൊണ്ട് കാണുക. എന്താണ് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചാരിയറ്റ്, 3 ഓഫ് വാണ്ട്സ്, ഡെത്ത്, 3 ഓഫ് സോഡ്, കിങ് ഓഫ് കപ്സ്, മജീഷ്യൻ, പേജ് ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിലാണ് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില വ്യക്തികൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു, എൻഡ് ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെത്ത് കാർഡ് തന്നെ ആദ്യം എടുത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് എൻഡ് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജിയും 3 ഓഫ് സോഡിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അതായത് ഇതൊരു ലവ് റിലേഷൻഷിപ്പിനെ മാത്രമല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിത് ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളെ മാനസികമായിട്ട് ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, ഹേർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ പെയിൻ അതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന സജഷൻ എന്ന് പറയുന്നത് ചില ബന്ധങ്ങൾ ഇവിടെ എൻഡ് ചെയ്യേണ്ട സമയമാണ്. എൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിങ്ങൾ റെഡി ആകേണ്ട സമയമാണ് എന്നുള്ളതാണ്. അതായത് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ സെർവ് ചെയ്തിരുന്ന, നിങ്ങളിലേക്ക് സെർവ് ചെയ്തിരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി, നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ആ ഒരു എനർജിയുമായിട്ട്, നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷനുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എൻഡ് ചെയ്ത് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ഇമോഷണൽ പെയിനിലൂടെ കടത്തിവിടുന്ന, വിഷമിപ്പിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പാറ്റേൺ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കറേജിയസ് ആയിട്ട്, വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ആ ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് ഈ മുഖം തിരിച്ച് നടക്കാനായിട്ട് പഠിക്കണം എന്നുള്ള ഒരു പാഠമാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ പെയിനിലൂടെ പോയിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ
നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഇമോഷണൽ പെയിനും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഡിപ്രഷനിലൂടെ പോകുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് പല വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നു. എന്നിട്ട് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ളൊരു വിഷമവും ഇമോഷണൽ പെയിൻ അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവത്തിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇവിടെ നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ളതായിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങളെ ബുളി ചെയ്ത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ ഉപദ്രവിച്ച് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ആയി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ചാരിയോട്ട് എനർജിയാണ്. അതായത് നിങ്ങളിവിടെ ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹേർട്ടായി വിഷമിച്ച് ഇമോഷണൽ പെയിനിൽ എൻഡിങ്ങിൽ അങ്ങനെ നിൽക്കേണ്ട വ്യക്തികളല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു പാതയിലേക്ക് നല്ലൊരു റൂട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചാരിയോട്ട് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഈ വ്യക്തികളിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് തീർച്ചയായിട്ടും ഡിറ്റർമിനേഷനാണ്, തീരുമാനമാണ്. ഉറച്ച തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ള ഒരു തീരുമാനവും ആ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ആലോചനയും അതിനുള്ള റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു സമയവുമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് പുതിയ നല്ല ബന്ധങ്ങൾ, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള വളരെ സെക്യൂർഡ് ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിട്ടാണ് പറയുന്നത്. കാരണം ചാരിയോട്ട് എനർജി എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, പ്രോഗ്രസിനെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ജേർണിയാണ് നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. തീർച്ചയായിട്ടും 3 of Wands കാർഡ് കാണിക്കുന്നത് പ്രിപ്പറേഷൻ്റെ ടൈമാണ്. നിങ്ങളിപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ ഗോൾസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമോഷണൽ പെയിനിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. പകരം ഇവിടെ 3 of Swords പകരം തീർച്ചയായിട്ടും നിങ്ങൾ 3 of Wands എനർജിയിലേക്ക് വരിക. പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കാണാനായി ശ്രമിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിലെ ഉയർച്ചയായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ പ്രോഗ്രസ് ആയിരിക്കാം. നിങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അടിമുടി തയ്യാറാകാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു പ്രോഗ്രസ്, വലിയൊരു ഉയർച്ച ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർച്ചയാണ് നിങ്ങളുടെ ലൈഫിൽ, ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നു, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് പേര് ഹേർട്ടായി ഇരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു, ഇമോഷണൽ പെയിൻ, വളരെ ഗ്രീഫോട് കൂടിയിട്ട് വളരെ സഫർ ചെയ്തൊക്കെ ജീവിക്കുന്നതായിട്ട്, വളരെ ഒരു സഫറിങ് മോഡിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഇമോഷണൽ പെയിനിൽ നിന്ന് മാറി കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരിക. ഇമോഷണലി ബാലൻസ് ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു ബാലൻസിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതിനെ കൺട്രോൾ ചെയ്യാനും അത് നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ് ആകാൻ പറ്റുന്നതാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനും വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതുമാണ്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി വെൽ ബാലൻസിലേക്ക് എത്താൻ സാധിക്കുന്നതും വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കും വളരെ മറ്റുള്ളവരെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മജീഷ്യൻ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്, നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ടാക്ടിക്സ് ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ട്രിക്കി ആകാനായിട്ട് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ കുറച്ച് ട്രിക്കി ആകണം, അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ പറയുന്നത് നിങ്ങൾ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. അതായത് വളരെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ഉള്ളിലെ വിൽ പവർ വർദ്ധിപ്പിക്കുക. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ, നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ, അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പവറുള്ള ഒരു വ്യക്തിയാണ്. വളരെ അട്രാക്ഷൻ പവറുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെട്ടു വരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യാനോ, നിങ്ങളത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലുകൾ, നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്
തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാനും പ്രവർത്തിക്കാനും ആക്ഷൻ എടുക്കാനുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മജീഷ്യൻ പവറാണ് നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓറയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ നിങ്ങൾ നിൽക്കുക. ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും വേണമെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പേജ് ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആയിട്ടുള്ള പ്രശ്നം, ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ മാറി അവിടെ ഒരു യൂത്ത്ഫുൾ എനർജി, വളരെ ഒരു ഫ്രഷ് എനർജിയിലേക്ക്, വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസിലേക്കും ആ റിലേഷൻഷിപ്പ് മാറുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു റിലേഷൻഷിപ്പ് വഴി ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി, അൺവാണ്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് വളരെ പ്രോഗ്രസ് ലഭിക്കുന്ന, ജീവിതത്തിൽ അബണ്ടൻസും സന്തോഷവും ലഭിക്കുന്ന ഒരു ഫേസിലേക്കും ബന്ധങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നതുമാണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഫേസിലേക്കാണ്, ഒരു റിലേഷൻഷിപ്പിലേക്കാണ്, ബന്ധങ്ങളിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ലൈഫിലും വരാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ്, നിങ്ങൾ ഈ ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു സഫറിങ് മോഡിലൂടെ നിങ്ങൾ എപ്പോഴും അത് മനസ്സിലിട്ട് ആലോചിച്ച് കൂടുതൽ നിങ്ങൾ വിഷമത്തിലേക്ക് പോകാതെ അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് വളരെ പോസിറ്റീവായി ചില കാര്യങ്ങൾ, ചില ഇമോഷൻസ് നിങ്ങൾ എൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് സെർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമോഷൻസ് ആയിരിക്കാം. അവിടെ നിങ്ങൾ എൻഡ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കുതിപ്പ്, അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനുമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവുകയും നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറുകയും അങ്ങനെ നിങ്ങളിലേക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ ആ ഒരു വ്യക്തിയിൽ, ആ ഒരു റിലേഷൻഷിപ്പിലും റിഫ്ലക്റ്റ് ചെയ്യുകയും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. ചില ബന്ധങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടും എൻഡ് ചെയ്ത് വളരെ ഫ്രഷായിട്ട് പുതിയ ബന്ധങ്ങൾ, നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ തുടർന്ന് പോകേണ്ടതായിട്ടില്ല. പകരം നിങ്ങളവിടെ ഡിറ്റാച്ച്മെൻ്റ് എടുത്തിട്ട് നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ബെറ്റർ വേർഷൻ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ വാല്യൂ ചെയ്യുന്ന, നിങ്ങൾക്ക് മൂല്യം തരുന്ന ബന്ധങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി നിങ്ങൾക്ക് ഏഞ്ചൽസിന് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസിന് തരാനുള്ളതെന്ന് കൂടി നോക്കാം. ഏഞ്ചലിക് ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തരാനുള്ളത്? ഫൊർഗീവ്നെസ് പറയുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ചില ബന്ധങ്ങൾ ഇവിടെ ഫൊർഗീവ്നെസ് കൊടുത്ത് ഡിറ്റാച്ച്മെൻ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതായത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഓർത്തോർത്ത് മനസ്സിലിട്ട് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്ത കർമ്മത്തിനുള്ള ഫലം അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഒരു റിലേഷൻഷിപ്പിൽ ഫൊർഗീവ് ചെയ്യുന്നത്, ആ ഒരു സമയമാണ്, നിങ്ങൾ ഫൊർഗീവ് ചെയ്ത സമയമാണ്, നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാലാണ് അവരുടെ കർമ്മ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫൊർഗീവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് പറയുന്നത്. യെസ്, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഇമോഷൻസിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായി ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. യെസ്, അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം നല്ല മാറ്റങ്ങളും വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യൂ. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്? ഇഫ് യു ബിലീവ്, യെസ്, നിങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക, ഈ ഒരു ബന്ധം കൊണ്ട് എനിക്ക് നല്ലതാണോ? ഈ ഒരു ബന്ധത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾ വലിയൊരു മാറ്റത്തിനായി തയ്യാറെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക.
പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വ്യക്തമായിട്ടുള്ളൊരു റീഡിങ്ങും ലഭിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ഒക്കെ പേയ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. താങ്ക് യു സോ മച്ച്.